എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഞാൻ ഇന്ന് കണ്ട ഒരു വീഡിയോയുടെ ചെറിയൊരു ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഒരു പ്രസക്ത മൊത്തം പബ്ലിക് അറിയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ്റെ വീഡിയോ ആയിരുന്നു. ഞാൻ പേര് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല, കാരണം എന്തോ അതിൻ്റെ സംസ്കാരം അതിനെ അനുവദിക്കുന്നില്ല. എങ്കിൽ തന്നെയും പേര് പറയാതെ തന്നെ എനിക്ക് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പറയുകയാണ്. അതായത് ഒരു ജ്യോതിഷി അങ്ങനെ കൊണ്ട് മുമ്പേ ഒരു അധ്യാപകനായിരുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ ഒരു ജ്യോതിഷി ആയി ഇപ്പോൾ പ്രവർത്തിക്കുന്നു. പല ആൾക്കാരും ഈ പാർട്ടി ഭേദമെന്ന് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നാലും കോൺഗ്രസ് ആയിരുന്നാലും എല്ലാവരും ഇദ്ദേഹത്തെ പോയി മീറ്റ് ചെയ്യാറുണ്ട്. പല ഹോമങ്ങളും ഇതൊക്കെ നടത്താറുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഉള്ള ഈ ഭരണം അടുത്ത തവണയും അത് അധികാരത്തിൽ വരണമെങ്കിൽ ഇപ്പോൾ UDF ഒരു ഘടകത്തെ കട്ട് ചെയ്ത് മാറ്റണം. അത് മാറണമെങ്കിൽ കട്ട് ചെയ്ത് മാറിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ വീണ്ടും ഭരണം പിടിക്കാനുള്ള സാധ്യതയുണ്ട്. കിരീടവും ചെങ്കോലും മരുമകനെ ഏൽപ്പിക്കാനും സാധിക്കും. അപ്പോൾ അങ്ങനെ. എന്നാൽ ജ്യോതിഷി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിരിക്കുകയാണ്. ഈ അയ്യപ്പ ഭഗവാന്റെ കോപം ഏറ്റിരിക്കുകയാണ്. ആ കോപം അയ്യപ്പൻ്റെ കോപം ശമനം കിട്ടണമെങ്കിൽ ആഗോളതലത്തിൽ അയ്യപ്പനെക്കുറിച്ചുള്ള ഒരു പ്രൊപ്പഗേഷനൊക്കെ നടത്തണം. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ എന്തോ ഈ അയ്യപ്പ സംഘം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വലിയ പരിപാടിയൊക്കെ സംഘടിപ്പിക്കുന്നത്. അത് അയ്യപ്പ സേവാ സംഘത്തിനും അയ്യപ്പ ഭക്തർക്കും വേണ്ടിയുള്ളതല്ല. ഇദ്ദേഹത്തിൻ്റെ എന്തോ ഒരു കാര്യസാധനയ്ക്ക് അടുത്ത തവണയും അധികാരത്തിൽ വരണം, വേണ്ടപ്പെട്ടവർ വേണ്ടത് ചെയ്തു കൊടുക്കണം. അതിൻ്റെയാണ് മെയിൻ ഉദ്ദേശം. അതാണിപ്പോൾ ഭയങ്കര വെപ്രാളം പാവം പിടിച്ചവരുടെ നികുതി കാശെടുത്ത് ആർഭാടമായിട്ടുള്ള സംഗമവും അതൊക്കെ കാട്ടിക്കൂട്ടാൻ പോണത്. എന്തോ കോൺഗ്രസ്സുകാരും NSSകാരും ഒക്കെ എന്തോ അതിൽ സഹകരിക്കില്ലെന്നാണ് കേൾക്കുന്നത്. സഹകരിക്കാതിരുന്നാൽ അത്ര നല്ല കാര്യം. അയ്യപ്പ ഭഗവാനോട് കുറച്ചെങ്കിലും ആദരവ് പുലർത്തുന്നവർ ഈ കുണ്ടാമ്പടി തരത്തിനൊന്നും പോകാറില്ല. അധികാരത്തിന് വേണ്ടി ഏതറ്റം വരെ എന്ത് ചെയ്യാൻ നടക്കുന്നൊരു കൂട്ടരാണ് ഈ ഭരണത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്നവർ. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം തോന്നിയത് ഈ നമ്മുടെ ജ്യോതിഷിയുടെ പ്രവചനങ്ങൾ, അദ്ദേഹത്തിൻ്റെ അഡ്വൈസൊക്കെ എല്ലാം ഒരു പരസ്യമായി വന്നിരുന്ന് നമുക്ക് വേണ്ടപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ പറഞ്ഞ് കേൾക്കുന്ന അതിനെപ്പറ്റി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാണ്. നമുക്കിങ്ങനെ നാണക്കേട് തോന്നുന്നു. കാരണം ഇദ്ദേഹത്തിന് വേറെ ഒരുപാട് സബ്ജക്റ്റ് പറയാനുണ്ട്, ഇൻ്റർനാഷണൽ സബ്ജക്റ്റുകളുണ്ട്, ഒരുപാട് ഗുണകരമായ കാര്യങ്ങൾ. അപ്പോഴത്തേക്കും ഈ ചുമ്മാ എൻ്റെ ഈ ജ്യോതിഷൻ്റെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ജ്യോതിഷത്തിനെ എതിർക്കുന്നില്ല. പക്ഷെ ജ്യോതിഷി പറയുന്നതെല്ലാം ശരിയാകണമെന്നില്ല. എന്ത് തന്നെയായിരുന്നാലും ഈ മതഗ്രന്ഥങ്ങൾ പഠിച്ചവർ അറിയാൻ പറ്റും, എന്ത് ചെയ്താലും ചെയ്യുന്നതിൻ്റെ ഫലമേ കിട്ടത്തുള്ളൂ. അതിനിപ്പോൾ എന്ത് ഹോമങ്ങൾ നടത്തിയാൽ, എന്ത് പാപപരിഹാര മാർഗങ്ങൾ ചെയ്താലും ചെയ്തതിൻ്റെ ഫലം അനുഭവിച്ചേ പോകത്തുള്ളൂ. അത് യാതൊരു ഡൗട്ടും ഇല്ല. എനിക്ക് ചില മാധ്യമ പ്രവർത്തകരോട് പറയാനുള്ളത്, നിങ്ങളുടെ ആ ധാർമ്മികത ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരെന്താ, ഈ ആൾക്കാർ എനിക്കറിയില്ല, അദ്ദേഹത്തെ അറിയുന്ന സംതിങ് ഈ തലയിൽ മുടിയില്ല ഒരു അരുൺകുമാർ, അദ്ദേഹം കണ്ട് ഡോക്ടറേറ്റ് എടുത്തതാണ്. അതായത് അയാൾ പറയുന്നത് ഈ ഗർഭിണിയാക്കുക, ഗർഭം അലസിപ്പിക്കുക, എങ്ങനെയൊക്കെ ചെയ്തവർ കോൺഗ്രസ് മന്ത്രിസഭ വന്നാൽ ഇതായിരിക്കും അവരെന്താ ചെയ്തിരിക്കുകയെന്ന് ചോദിക്കുക. അതായത് വെറും അർത്ഥമില്ലാത്ത അർത്ഥശൂന്യമായ കാര്യങ്ങൾ പറയുകയാണ്. ഇതൊക്കെ ആരെങ്കിലും ഒരാൾ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ഇണചേരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഒരു സയൻസായിട്ടുള്ള ഇതായിട്ട് കാണുക. പിന്നെ പ്രലോഭിപ്പിച്ച് ഭീഷണിപ്പെടുത്തി ഉപദ്രവിച്ച്
മതിൽ ചാടി ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അത് കേസെടുക്കേണ്ടത് തന്നെയാണ്. പക്ഷേ യാതൊരു കാരണമില്ലാതെങ്കിൽ പണ്ട് എനിക്ക് തോന്നുന്നു ഇതെന്തോ സരിത കൊടുത്ത പരിപാടിയാണെന്ന്. കാരണം ഇവർക്ക് ഈ സരിതയായിട്ടൊക്കെ നല്ല ബന്ധമുള്ള കൂട്ടരാണ്. ഇനിയിപ്പോൾ ഈ മാങ്കൂട്ടത്തിനെ കുറിച്ച് ഒക്കെ പറയാൻ തന്നെ നമുക്ക് നാണക്കേട്. കാരണം അതാകെ ഇപ്പം എയറിൽ അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഒരു രാഹുൽ ഈശ്വർ, ഇപ്പോൾ അദ്ദേഹവും ചില വെളിപ്പെടുത്തലുകളൊക്കെ നടത്തുന്നു. യാഥാർത്ഥ്യമായിരിക്കാം, അത് ക്രൈംബ്രാഞ്ചിൽ നിന്നൊക്കെ കിട്ടിയ വെളിപ്പെടുത്തലുകളാണ്. ഇപ്പോൾ ബാംഗ്ലൂരിൽ ക്രൈംബ്രാഞ്ച് ക്യാമ്പ് ചെയ്യുന്ന കേൾക്കുന്ന വിവരങ്ങളെല്ലാം ചോർത്താൻ വേണ്ടി, കളക്ട് ചെയ്യാൻ വേണ്ടി മാക്സിമം എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. കാരണം ഈ ചെറുപ്പക്കാർ ഇപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് മുകളിലോട്ട് വിട്ടാൽ ഒരു പലർക്കും പല തലവേദനയുണ്ട്. ഇപ്പോൾ ഈ ഷാഫി പറമ്പിൽ, വോഡിഗോൾ ദിസ്, രാഹുൽ മാങ്കൂട്ട, ഇവരൊക്കെ യങ്സ്റ്റേഴ്സാണ്. ഇവരൊക്കെ ഒന്ന് ഒതുക്കേണ്ട ഒരു ആവശ്യം പലർക്കും ഉണ്ട്. അത് ഈ പാർട്ടിയിൽ തന്നെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ആ വീഡിയോ ഒന്നും എന്തോരം അത് സത്യമുണ്ടെന്നൊന്നും അറിയില്ല. പക്ഷെ എങ്കിൽ തന്നെയും ഈ പബ്ലിക്ക് നിങ്ങളുടെയൊക്കെ ഓരോ ഈ പങ്കിളി കഥകളും അതൊക്കെ കേട്ടങ്ങ് മടുത്തു. അതുകൊണ്ട് മാധ്യമപ്രവർത്തകരോടൊന്ന് പറയുകയാണ്, ഞാനടക്കം എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ അത് ഗുണം ഉള്ള സബ്ജക്റ്റ് ആയിരിക്കണം. ചുമ്മാ ഈ പങ്കിളി കഥകളും അതും ഈ എന്താ പറയുക കണിയാരുടെ കഥകളും ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പിടിച്ച് വെറുതെ സമയം കളയുന്നത് ശരിയല്ല. പ്രഗത്ഭരായ മാധ്യമ പ്രവർത്തകനെന്നുള്ള ഒരു അറിവ് വെച്ച് കണ്ട് അവരിടുന്ന ഓരോ വീഡിയോ എല്ലാവരും കാണും. പക്ഷെ പലരും എല്ലാ വീഡിയോകളും അംഗീകരിക്കത്തുമില്ല. പക്ഷേ ഈ വീഡിയോ ചെയ്യുന്നവർ നോക്കണം, ഞാൻ കൊടുക്കുന്ന സബ്ജക്റ്റ് ഇത് ഗുണകരമായ സബ്ജക്റ്റാണ്. വലിയ കണിയാൻ പരിപാടികളൊക്കെ എന്താ മുൻകാലങ്ങളിലുള്ളതാണ്. കാര്യം ജ്യോതിഷം കറക്റ്റാണ്. ജ്യോതിഷം ഇറ്റ് ഈസ് ഒരു സയൻസാണ്. അത് എത്ര പേര് പ്രോപ്പറായിട്ട് അത് പഠിച്ചിട്ട് ജ്യോതിഷം പറയുന്നുവെന്ന് നമുക്ക് ആർക്കും അറിയില്ല. പ്രവചനങ്ങളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, കാര്യങ്ങളിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എനിക്ക് ഒന്ന് പറയാനുള്ളത്, ഏത് പാർട്ടിയിൽ ലയിക്കുകയോ വിടുകയോ ആയിക്കോട്ടെ, എത്ര സീറ്റ് എടുക്കുന്നത് വെച്ചാൽ അത് അവരുടെ കഴിവ്. പിന്നെ ഈ അയ്യപ്പൻ്റെ പേരും പറഞ്ഞ് പല ഇങ്ങനെ സംഗമങ്ങൾ നടത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ. ഇതൊക്കെ ഇതിൻ്റെ കാതലായ ഒരു കാര്യങ്ങളും ആരും മനസ്സിലാക്കുന്നില്ല. നമ്മൾ ലോകം, നമ്മുടെ രാജ്യം, നമ്മുടെ സ്റ്റേറ്റ്സ്, നാം സ്വയം ഫേസ് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനെ എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്ത് ഒരു സമാധാനമായ ഒരു ജീവിതം നമുക്ക് എങ്ങനെ നമ്മുടെ വീട്ടിനുള്ളിൽ, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ സ്ഥാപിച്ചെടുക്കാം, അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കഴിയുന്നതും ഈ എന്താ പറയുക, ഈ കണിയാരുടെ എന്താ പറയുക വെളിപ്പെടുത്തലുകളും എന്തൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ള ഇതൊക്കെ ഒന്നും ഇറ്റ് ഈസ് ഇമ്മെറ്റീരിയൽ. അതൊന്നും ഈ പബ്ലിക്കിൽ പറഞ്ഞ് നിങ്ങളുടെ ആ സമയത്തെയും നിങ്ങളെ അറിയുന്നവർ, നിങ്ങളെ ശ്രവിക്കുന്നവരെയും ഒരു എന്താ പറയുക ഒരു നല്ലൊരു ആ സമയത്തെ നല്ല കാര്യങ്ങൾക്ക് ചിലവഴിക്കുക, നല്ല വീഡിയോകൾ ചെയ്യുക. ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഒരു 10 തവണയൊന്ന് റീതിങ്ക് ചെയ്യുക, എന്നിട്ട് അത് ചെയ്യുന്നതായിരിക്കും നല്ലത്. എപ്പോഴും അതിനൊരു വാല്യൂ ഉണ്ടാകും. സോ എനിക്ക് അവസാനമായി ഒന്നുകൂടി പറയാനുള്ളൂ, ആരെന്ത് തന്നെ ആയിരുന്നാലും ഈ പുരാണങ്ങളിലോട്ടൊന്നും കടന്ന് നമ്മുടെ ഇതെല്ലാം പഴയ കഥകളൊക്കെയാണ്, എപ്പോഴും പറയുന്ന കഥകൾ തന്നെ. പിന്നെ പുതിയ ഒരു പേരൊക്കെ കൊടുത്തിട്ട് അതിനെ നമ്മൾ വിശദീകരിക്കേണ്ട കാര്യമില്ല. നാളെ ഓണമാണ്. ഓണത്തിന് എല്ലാവർക്കും സമാധാനവും ശാന്തിയും നേരുന്നു. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.